BJP മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി തുറവൂർ വളമംഗലം സ്വദേശി എൽ പത്മകുമാറിന്റെ വസതിയിൽ നിന്നാണ് മിഥുൻ ചേരുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം ഇന്ന് പുലർച്ചെയാണ് സംഭവിച്ചത്. 56 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. RSS വിഭാഗ് കാര്യവാഹ്, ജില്ലാ കാര്യവാഹ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. ആലപ്പുഴ തുറവൂരിലുള്ള പത്മകുമാറിന്റെ വസതിയിൽ നിന്ന് മിഥുൻ അയ്യപ്പനിലേക്ക്. മിഥുൻ, നേരത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും മിഥുൻ തുടരാം. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ തുറവൂർ വളമംഗലത്തുള്ള വീട്ടിലെത്തിച്ച് ഇപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ തുറകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്കെത്തി അദ്ദേഹത്തെ അവസാനമായി കാണുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുകയാണ്. അല്പസമയം മുമ്പാണ് ഇവിടെ വീട്ടിലെത്തിച്ച് ചടങ്ങുകളെല്ലാം ചെറിയ ചടങ്ങുകളെല്ലാം നടത്തി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്കും അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്ന ആ ഒരു കർമ്മങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ K. സോമൻ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. നേരത്തെ കൂടെ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് ചെറിയ രീതിയിൽ പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഘടനാ മികവ് അദ്ദേഹം സംഘടനയോടും അതുപോലെ തന്നെ BJP എന്ന പ്രസ്ഥാനത്തോടും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനോടും പുലർത്തിയിരുന്ന ഒരു അനുഭാവവും ആ തികഞ്ഞ ആത്മാർത്ഥതയും എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? പത്മകുമാർജി 1986 തിരുവാമ്പാടിയിലെ സംഘത്തിൻ്റെ ITC അതിലെ ശിക്ഷാർത്ഥിയായിരുന്നു. മികച്ച ഒരു ശിക്ഷാർത്ഥി എന്ന നിലയിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു പ്രവർത്തകനായി നമ്മുടെ മുതിർന്ന കാര്യകർത്താക്കന്മാരുടെ കണ്ണിൽപ്പെടുന്ന തരത്തിൽ ആ ശിക്ഷാർത്ഥിക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ട്. നല്ല പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുക, ദീർഘമായിട്ടുള്ള യാത്രകൾ, നിരന്തരമായ യാത്രകൾ, അത് ഇന്ന് രാവിലെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടടക്കം അദ്ദേഹത്തിൻ്റെ യാത്ര ആസൂത്രണം ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്നലെ ഉറങ്ങാൻ കിടന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ കാലമായി, ഒരു 10-30 വർഷത്തിലധികമായിട്ട് നിരന്തരമായി സംഘടനയുടെ ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ സാധാരണക്കാരൻ്റെ പ്രയാസങ്ങളിലും പ്രവർത്തനങ്ങളിലും ഓടിയെത്തുന്ന ഒരു കാര്യകർത്താവ്, അത് പത്മകുമാർജിയുടെ ഒരു പ്രത്യേകതയാണ്. പ്രവർത്തകന്മാരെ കേൾക്കുക, അവരുടെ പ്രയാസങ്ങൾ അറിയുക, അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക, അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യകർത്താവിൻ്റെ പ്രവർത്തന ശൈലിയാണ്. ആ നിലയിലൊക്കെ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ചുമതലകളിൽ തൻ്റെ കൃത്യനിർവഹണത്തിലെല്ലാം തന്നെ നല്ല മികവ് പുലർത്തിയിട്ടുള്ള ഒരു സംഘാടകൻ. ഇതെല്ലാം ഉപരി വളരെ ഗംഭീരമായിട്ടുള്ള പ്രസംഗം. ചില പ്രതിഷേധ പ്രകടനങ്ങളിൽ പത്മകുമാർജിയുടെ പ്രസംഗം നമുക്ക് ശ്രദ്ധിച്ചാൽ അതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉള്ളിൽ ഉരഞ്ഞു പൊങ്ങുന്ന പ്രതിഷേധത്തെ വാക്കുകളിൽ പ്രകടിപ്പിക്കാനും ശേഷിയുള്ള ഒരാൾ കൂടിയായിരുന്നു പത്മകുമാർജി. നല്ല ആത്മാർത്ഥതയുള്ള, നല്ല പരിശ്രമശാലിയായിട്ടുള്ള ഒരു പ്രവർത്തകനെയാണ് ദേശീയ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, നോർത്ത് ജില്ലാ പ്രസിഡന്റ് PK ബിനോയ് കൂടി ചേരുകയാണ്. രാഷ്ട്രീയമായി ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരിടം കൂടിയാണ് ഈ മധ്യമേഖല എന്ന് പറയുന്നത്. നമുക്കറിയാം, സമീപകാലത്തുണ്ടായ സംഭവവികാസങ്ങളിലെല്ലാം രാഷ്ട്രീയ കേരളത്തെ അടക്കം വലിയ രീതിയിൽ ഉലച്ച സ്ഥലം കൂടിയാണ് ആലപ്പുഴ പോലുള്ള രാഷ്ട്രീയ വെല്ലുവിളി നേരിട്ട ഇടം. അത്തരം ഇടങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ കാര്യക്ഷമമായി തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഓർക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മുടെ ഈ മധ്യമേഖല തലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനേക്കാളുപരി ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രദേശത്തുള്ള ഒരു സ്വയംസേവൻ എന്നുള്ള നിലയിൽ, മുതിർന്ന കാര്യകർത്താവ് എന്നുള്ള നിലയിലേക്ക് ഇന്ന് മാറിയപ്പോൾ പോലും സാധാരണ പ്രവർത്തകരുമായിട്ട് വേഗത്തിൽ ഇടപഴകാൻ പറ്റുന്നയാളും ഒരു സഹോദര തുല്യമായിട്ടുള്ള സ്നേഹം സഹപ്രവർത്തകരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിലൂടെ തന്നെ ധാരാളം പ്രവർത്തകരെയും മറ്റ് വ്യക്തിത്വങ്ങളെയും ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനപരമായിട്ട്. തീർച്ചയായിട്ടും സംഘടനയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്തിലുണ്ടായിട്ടുള്ളൊരു വേർപാട് വലിയൊരു നഷ്ടം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നലെയും ഞാനും നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജീവ് ലാൽ അടക്കമുള്ള ആളുകൾ ഇന്നലെ രാവിലെ ഏതാണ്ട് 9:30 മുതൽ രാത്രി 9:30 വരെ അദ്ദേഹത്തോടൊപ്പം വിവിധ കമ്മിറ്റികളിലായി പങ്കെടുത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ദീർഘമായിട്ടുള്ള സമയം സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ചെലവഴിച്ചിട്ടുള്ളത്. ആ നിലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വേർപാട് ശരിക്കും ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് നമുക്കത് ശ്രവിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയൊരു അപരിഹാര്യമായിട്ടുള്ളൊരു നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്.
തീർച്ചയായിട്ടും നമുക്ക് നിരവധി പ്രമുഖരും അതുപോലെ തന്നെ മുതിർന്ന സംഘപ്രചാരകരും എല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം വിശ്വം ബാപ്പാജി നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇത് അനുസ്മരിക്കാൻ? തീർച്ചയായിട്ടും വലിയ ദുഃഖം തന്നെയാണ് എല്ലായിടത്തും അലയടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ പോലും നമുക്കറിയാം അത്രയധികം പ്രായമായിട്ടില്ല. ഊർജ്ജസ്വലമായി തന്നെ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാന മണിക്കൂറുകളിൽ പോലും ഊർജ്ജസ്വലമായി പെരുമാറിയിരുന്ന സംഘടനാ പ്രവർത്തനങ്ങളിൽ അക്ഷീണം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഓടി നടന്ന് പലയിടങ്ങളിലേക്കും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തേണ്ട അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർത്തും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. ആ വിയോഗത്തിൽ ഈ നാട് ഒന്നാകെ വലിയ രീതിയിൽ തേങ്ങുകയാണ്. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. നിരവധി തുറകളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇന്ന് രാത്രിയോടുകൂടി എത്തും. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മിഥുൻ, എന്തായാലും എൽ പത്മകുമാറിന്റെ വസതിയിലേക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആലപ്പുഴ തുറവൂരിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇങ്ങനെ എത്തുകയാണ്. നാടൊന്നാകെ പ്രവഹിക്കുകയാണ് എന്നുള്ളതാണ്. മിഥുന ഇബ്രാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.